അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അതിമഹത്തായ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായൊരു നാമമാണ്. റബ്ബ് സുബ്ഹാനഹു തആലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നാമമാണ്. മാത്രമല്ല, ഈ ഒരു നാമം പ്രിയപ്പെട്ടവരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വെറും 3 വട്ടം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ തന്നെ റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആ സ്വീകരിക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും. വെറും 3 വട്ടം ചൊല്ലാൻ നമുക്ക് വെറും 3 സെക്കൻഡ് മാത്രം മതി. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്, ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ, ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ്. വെള്ളിയാഴ്ച രാവിന് നമുക്കറിയാം വലിയ പോരിശയുണ്ട്, വലിയ മഹത്വമുണ്ട്. അത്രത്തോളം പുണ്യമുള്ള മഹത്വമുള്ള പോരിശയേറിയ ഒരു രാവിലാണ്, സമയത്താണ് നാം എല്ലാവരും ഇന്ന് നിലകൊള്ളുന്നത്, നമ്മിലേക്ക് ആഗതമായി കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് മഗ്രിബിൻ്റെ ശേഷം അല്ലെങ്കിൽ അർദ്ധരാത്രി സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ഈ ദിക്ർ വെറും 3 വട്ടമെങ്കിലും നിങ്ങൾ ചൊല്ലി നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നമ്മുടെ ദുആക്ക് ഇജാബത്തുണ്ടാകും. കാരണം നമ്മൾ ചൊല്ലുന്നത് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമം ചൊല്ലിക്കൊണ്ടാണ്. മാത്രമല്ല, ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ദുആക്ക് ഇജാബത്ത് 100% ഉറപ്പാണ്. എന്നാൽ നമ്മൾ ചൊല്ലുന്നതും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതും നല്ല വിശ്വാസത്തോടു കൂടിയും നല്ല ഇഖ്ലാസോടു കൂടിയും നല്ല ആത്മാർത്ഥതയോടു കൂടിയും ചെയ്യണം എന്ന് മാത്രം. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്, റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും. നമ്മൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ നമ്മൾ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്തത്, ആ ഉദ്ദേശം റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് എളുപ്പത്തിൽ നിറവേറ്റിത്തരും. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ടും ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൻ്റെയും ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ, ജീവിതത്തിൽ സമാധാനം നൽകട്ടെ, ജീവിതത്തിൽ ഐശ്വര്യം നൽകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് എളുപ്പത്തിൽ നിറവേറ്റി തരട്ടെ. രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിത്തരട്ടെ. കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല വീട്ടിത്തരട്ടെ. ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം നൽകട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകട്ടെ. കുട്ടികളില്ലാത്തവർക്ക് അല്ലാഹു സ്വാലിഹത്തായ ഒരു അംഗവൈകല്യമില്ലാത്ത നല്ല ആരോഗ്യമുള്ള നല്ലൊരു സന്താനം മക്കളില്ലാത്തവർക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. വീടില്ലാത്തവർക്ക് വീട് നൽകട്ടെ. ജീവിതത്തിൽ സമാധാനം നൽകട്ടെ. ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കുവാനും റബ്ബ് സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പലരും ചോദിക്കുന്നൊരു വിഷയമാണ് ആഗ്രഹങ്ങൾ പെട്ടെന്ന് സഫലമാക്കാൻ. അതായത് ചില ദിക്റുകൾ ചൊല്ലിയാൽ ചിലപ്പോൾ ഒരു ആഴ്ചയൊക്കെ എടുക്കും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാൻ. എന്നാൽ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാൻ ഏത് ദിക്റാണ് ചൊല്ലേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട്. അത്തരത്തിൽ ചോദിക്കുന്ന ആളുകൾക്കൊക്കെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ദിക്ർ ചൊല്ലിയാൽ മതി. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാണ്. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എളുപ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരും. മാത്രമല്ല, വെറും 3 വട്ടം വരെ നമ്മൾ ചൊല്ലിയാൽ മതി. നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് എളുപ്പത്തിൽ റബ്ബ് സുബ്ഹാനഹു തആല ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ നിറവേറ്റിത്തരാൻ കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, റബ്ബ് സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നാമമാണിത്. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഇസ്മാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അനേകായിരം ആളുകൾ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് തന്നെ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുത്ത എത്ര അനുഭവങ്ങളുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ വരെയുണ്ട്. അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ഇസ്മാണ് ഇത്. ഈ ഇസ്മിൻ്റെ മറ്റൊരു വലിയൊരു പ്രത്യേകതയാണ്, ഈ ഇസ്മ ചൊല്ലുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു മലക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കും.
ഒരു മലക്കിൻ്റെ ദുആ നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയിട്ട് ഒരു മലക്ക് ദുആ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് ആ ദുആ റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കും. മലക്കുകൾ നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്താൽ ആ ദുആ ഒരിക്കലും റബ്ബ് സുബ്ഹാനഹു തആല തട്ടിക്കളയില്ല. അപ്പോൾ ഈ ദിക്റിൻ്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് എത്ര തന്നെ വലിയ ആഗ്രഹവും എത്രയധികം ആഗ്രഹവും നിറവേറ്റിയെടുക്കാം. പല ആളുകളും ചോദിക്കാറുണ്ട്, ഒരു സമയത്ത് നമുക്ക് ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് ഒരു ആവശ്യം മാത്രമല്ലേ നിറവേറ്റിയെടുക്കാൻ പറ്റുള്ളൂ എന്ന്. അല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ ദിക്ർ ചൊല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ആയിരക്കണക്കിന് ആവശ്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം റബ്ബ് സുബ്ഹാനഹു തആലയോട് ചോദിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് നമുക്ക് തരാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അതുപോലെ പല സ്ത്രീകൾക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, അശുദ്ധി സമയത്ത്, അതായത് മെൻസസ് ഉള്ള സമയത്ത് ഈ ദിക്ർ ചൊല്ലാൻ പറ്റുമോ എന്നുള്ളത്. പറ്റും. സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള സമയത്തും ഈ ദിക്ർ ചൊല്ലാം. ഇനി ഏതാണ് ആ ദിക്ർ എന്ന് ഞാൻ പറഞ്ഞു തരാം. റബ്ബ് സുബ്ഹാനഹു തആലക്ക് വളരെ വലിയ ഇഷ്ടമുള്ള ഒരു ദിക്റാണ് ഇത്. യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ. പ്രിയമുള്ളവരെ, ഈ ദിക്ർ നിത്യവും പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ റഹ്മത്ത് നിർബന്ധമാണ്. റഹ്മത്ത് ഇല്ലാതെ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കാതെ ഒരിക്കലും ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല, ആഖിറത്തിലും നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ മോശം സൃഷ്ടിയായ ഇബ്ലീസിന് പോലും ജീവിക്കാൻ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണം. അള്ളാഹുവിൻ്റെ റഹ്മത്തുള്ളവർക്ക് മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ധാരാളം റഹ്മത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ദിക്ർ ജീവിതത്തിൽ പതിവായി ചൊല്ലുക. മാത്രമല്ല, ഈ ദിക്ർ പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മലക്കിനെ വരെ നിയോഗിച്ചിട്ടുണ്ട്. ആ മലക്ക് അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. മലക്ക് നമുക്ക് വേണ്ടിയിട്ട് ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷപ്പെട്ടില്ലേ. അല്ലാഹു സുബ്ഹാനഹു തആല ദുആ സ്വീകരിക്കുകയും നമ്മൾ ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ രക്ഷപ്പെടും. മാത്രമല്ല, നമ്മൾ എന്താണോ അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുന്നത്, ചോദിക്കുന്നത്, ആ മലക്കും അല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ദുആ എളുപ്പത്തിൽ റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കുകയും നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നിറവേറി കിട്ടുകയും ചെയ്യും. നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും. മക്കളില്ലാത്തവർക്ക് മക്കൾ ലഭിക്കും. എത്രയോ അനുഭവങ്ങളുണ്ട്. ഈ യാ അർഹമർ റാഹിമീൻ എന്ന ഈ ദിക്റിനെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ എത്രയോ അനുഭവങ്ങൾ പറഞ്ഞ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ഈ ദിക്ർ അവർ ജീവിതത്തിൽ പതിവായി ചൊല്ലിയിട്ട് അവർക്ക് സന്താനങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികളെ, മക്കളില്ലാത്തവർ ഈ ദിക്ർ ജീവിതത്തിൽ പതിവായി ചൊല്ലുക. സാമ്പത്തികമായിട്ട് ഐശ്വര്യമുണ്ടാകാൻ, കടങ്ങൾ വീടിക്കിട്ടാൻ, രോഗങ്ങൾ വരാതിരിക്കാൻ, കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാൻ, കുടുംബത്തിൽ ഐക്യമുണ്ടാകാൻ, ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാൻ, കച്ചവടം പുരോഗമിക്കാൻ, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ, ജോലിയിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ വാഹനത്തിൽ, എല്ലാ കാര്യത്തിലും ബർക്കത്തുണ്ടാകാനും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാവലുണ്ടാകാനും ഈ ഒരു ദിക്ർ നിങ്ങൾ ജീവിതത്തിൽ പതിവായി ചൊല്ലുക. മാത്രമല്ല, ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നിറവേറ്റി തന്നുകൊണ്ടേയിരിക്കും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവർ ചെയ്തു പോയ കഴിഞ്ഞ ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകൾ പുറത്തു കൊടുക്കും. അവരുടെ തെറ്റുകൾ പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള ഒരു മനസ്സ് അവർക്ക് കൊടുക്കും. നന്മകൾ ചെയ്യാൻ നല്ല മനുഷ്യനാകും എന്നർത്ഥം. ഈമാനോടുകൂടി നമുക്ക് മരിക്കാൻ സാധിക്കും ഈ ഒരു ദിക്ർ നമ്മൾ ജീവിതത്തിൽ പതിവായി ചൊല്ലിയാൽ. യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്? റഹ്മത്ത് ചെയ്യുന്നവനിൽ ഏറ്റവും റഹ്മത്ത് ചെയ്യുന്നവനെ, അല്ലെങ്കിൽ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനെ.
ഈ രണ്ട് രീതിയിലും നമുക്ക് ഈ ഒരു ദിക്റിന്, ഈ ഒരു ഇസ്മിന് നമുക്ക് അർത്ഥം വയ്ക്കാം. ഈ ഒരു ദിക്റാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ മറക്കാതെ ഇന്ന് രാത്രി ചൊല്ലേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വെറും 3 മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചാൽ 3 സെക്കൻഡ് മാത്രം മതി. യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ. 4-5 സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ഇത് ചൊല്ലി തീർക്കാം. അങ്ങനെ നമ്മൾ ഒരു 6 സെക്കൻഡ് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ വലിയ വലിയ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായിരിക്കും നമുക്ക് നിറവേറ്റി തരുക. നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും, നമുക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടും, നമ്മുടെ രോഗങ്ങൾ മാറിക്കിട്ടും. മാത്രമല്ല നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊണ്ടിരിക്കും. ധാരാളം റഹ്മത്ത് റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് ചൊരിഞ്ഞു നൽകും. നമ്മൾ ചോദിക്കുന്നത് നമുക്കത് ഖൈറാണെങ്കിൽ, ഹലാലാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അത് നമുക്ക് നിറവേറ്റി തരും. മാത്രമല്ല ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനും നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനും നല്ലൊരു മനുഷ്യനായി മുഅ്മിനായി നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനും നമുക്ക് സാധിക്കും. അത്രക്കും വലിയ മഹത്വമുള്ള പോരിശയാക്കപ്പെട്ട മൂർച്ചയുള്ള ഒരു ദിക്റാണ് ഇത്. ആരും ഇന്നത്തെ ദിവസം നിങ്ങളിത് ചൊല്ലാതെ പോകല്ലേ. ഈ ദിക്റ് ചുരുങ്ങിയതാണ് ഞാൻ പറഞ്ഞത്. 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്നാൽ ഏറ്റവും നല്ലത്, ഉത്തമമായത് 1000 പ്രാവശ്യം ഈ ദിക്റ് ചൊല്ലി നിങ്ങൾ ഇന്ന് അർദ്ധരാത്രിയിൽ, അതായത് ഇന്ന് മഗ്രിബിൻ്റെ ശേഷമോ അല്ലെങ്കിൽ ഫാതിര സമയത്തോ നിങ്ങൾ 1000 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത് നമുക്ക് ഏത് സമയത്തും ചൊല്ലാം. എന്നാൽ ഏറ്റവും ഉത്തമമായത് പാതിര സമയത്ത്, അർദ്ധരാത്രിയിൽ, അതുപോലെ തഹജ്ജുദ് നിസ്കാര ശേഷമൊക്കെ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഇജാബത്ത് കിട്ടും. മാത്രമല്ല ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങളിലൊക്കെ ഈ ഒരു ദിക്ർ നിങ്ങൾ 3 പ്രാവശ്യമെങ്കിലും യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ഏത് ആവശ്യവും നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കാൻ സാധിക്കും ഈ ഒരു ഇസ്മ കൊണ്ട്. കാരണം അത്രക്കും വലിയ ഇഷ്ടമാണ് റബ്ബിന് ഈ വാക്ക്, അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ കാര്യം ചെയ്യുക. മാത്രമല്ല ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഈ അറിവ് എത്തിച്ചു കൊടുക്കുക. റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറ്റി തരട്ടെ, പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ, ജീവിതത്തിൽ സമാധാനം നൽകട്ടെ, ഐശ്വര്യം നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് അല്ലാഹു വിജയം നൽകട്ടെ, സ്വർഗം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.